അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുത്തുബി 40. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ഖൗലുഹു ഫമസ്സത്തിൽ ഹാജത്തു ഇലാ ഖാനൂനി എന്ന ശാരിഹിന്റെ ഖൗല്. അഖൂലു, ഞാൻ പറയുന്നു. ഇത് നീറ് ഇങ്ങനെ പ്രത്യേകമായി പറയാനുള്ള കാരണം, ഇവിടെ ശാരി പറഞ്ഞ വിശദീകരണം നമ്മൾ കേട്ടല്ലോ. ചിന്തയിൽ വരുന്നതായ പേവുകൾ, ആ പേവുകൾ വരുന്നത് കൊണ്ടാണ് ഒരു നിയമം ആവശ്യമായി എന്ന് പറഞ്ഞു. ഒരു നിയമത്തിലേക്ക് ആവശ്യമാകുന്നത് ചിന്തയിൽ വരുന്ന പേവുകളെ കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു എഴുത്തിറാതുണ്ട്. എന്താ എഴുത്തിറാത് എന്നറിയാം? ചിന്തയിൽ വരുന്ന പേവ് എന്ന് പറഞ്ഞാൽ അത് കാരണമായി ലാസിമാകുന്നത്, സത്യത്തിൽ പറഞ്ഞാല് ജുസിയായ ചിന്തകളുടെ അവസ്ഥകളെ മനസ്സിലാക്കുന്നതിലേക്കുള്ള ആവശ്യമാണ് ഉണ്ടായിത്തീരുന്നത്, കാനൂനിലേക്കുള്ള ആവശ്യമില്ല. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന ദലീല് അത് മത്ലൂബിലേക്ക് ചേർക്കുന്നതാകുന്നില്ല. ഇതാണ് അവിടെ വിഷയം. അതിനാണ് ശാരിഹ് മറുപടി എന്ന മറുപടി എന്ന രൂപത്തിൽ പറയുന്നത്. അഖൂലു, ഞാൻ പറയുന്നു. യുരീദു, ഇവിടെ ശാരി ഉദ്ദേശിക്കുന്നു. അന്നൽ മഖ്സൂദ, തീർച്ചയായിട്ടും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, വൈൻകാന മഖ്സൂദ് ആണെങ്കിലും ശരി, മഅരിഫത്ത തഫാസീലി അഹ്വാലിൽ അംവാലിൽ ജുസിയ്യ, ജുസിയായ ചിന്തകളുടെ അവസ്ഥകളുടെ വിശദീകരണങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ജുസിയായ ചിന്തകൾ, ആ ചിന്തകളുടെ അവസ്ഥകളുടെ വിശദീകരണങ്ങളും മനസ്സിലാക്കലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷെ കാര്യം അങ്ങനൊക്കെയാണെങ്കിലും ലാകിന്നഹ, ഈ പറയപ്പെട്ട ജുസിയായ അൻവാരിന്റെ അവസ്ഥകള് മുതഅല്ലറത്തുൻ, അത് കുറച്ച് മനസ്സിലാക്കൽ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലാബുദ്ധ, അപ്പോൾ അത്യാവശ്യമാകും, മിൻ ഖാനൂനി യുർജഉ ഇലൈഹി, മിൻ ഖാനൂനി, ഒരു നിയമം അവിടെ ആവശ്യമാണ്. എങ്ങനത്തെ നിയമം? യുർജഉ ഇലൈഹി, അതിലേക്ക് മടങ്ങപ്പെടും. ഏത് വിഷയത്തില്? ഫീ മഅരിഫത്തി അഹ്വാലി അയ്യി നദിരിൻ, അതായത് ഫീ മഅരിഫത്തി അഹ്വാലി അയ്യി നദിരിൻ, ഏത് ഒരു ചിന്തയുടെയും അവസ്ഥയെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അതിലേക്ക് മടങ്ങപ്പെടും. എങ്ങനത്തതായ ചിന്തകളാണ്? ഉരീദ, ഉദ്ദേശിക്കപ്പെടുന്നതാണ്, മിനൽ അൻവാരിൽ മഖ്സൂസ, മഖ്സൂസായ നദറുകളിൽ നിന്നിട്ട്, മഖ്സൂസായ നദറുകളിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നതായ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താണ് ഉദ്ദേശം? അതായത് ഇവിടെ ഖത്ത് വരിക എന്നൊക്കെ പറഞ്ഞെടുത്ത് ഇവിടെ പ്രധാനമായും പറഞ്ഞാല് ഈ പറഞ്ഞത് പറഞ്ഞ വിഷയങ്ങളൊക്കെ ശരിയാണ്. ജുസിയായ ചിന്തകളിലുള്ള അവസ്ഥയിലെ മനസ്സിലാക്കുന്നതിലേക്ക് തന്നെയാണ് ആവശ്യം വരുന്നത്. പക്ഷെ കാര്യം എങ്ങനെയാണെങ്കിലും അത് തന്നെ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണുള്ളത്. അപ്പൊ അവിടെ ഏത് ആവശ്യമായി? ഒരു നിയമം ആവശ്യമായി. അപ്പൊ ഒരു നിയമം അവിടെ ആവശ്യമായി. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഖൗലുഹു മിൻ ദറൂരിയാത്തിഹിമ, അവിടെ മുമ്പ് പറഞ്ഞല്ല, ശാരി പറഞ്ഞു.
എവിടെ പറഞ്ഞത് എന്നറിയാം. പിന്നെ ഫമസ്സത്തിൽ രാജ്യത്തില കാനൂനി യുഫീദ് മഅരിഫത തുർക്കിസാബിൻ നദിജിയാത്തി തസവുരിയത്തി വ തസ്ദീഖിയത്തി മിൻ ദറൂരിയാത്തിഹാ. കണ്ട, തസവുരിയും തസ്ദീഖുമായ നദിജിയാത്തിനെ അതിന്റെ ദറൂരിയാത്തിൽ നിന്ന് എന്ത് ചെയ്യാ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ തസവുരിയും തസ്ദീഖിയുമായ നദിജിയാത്തിനെ ദറൂരിയാത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ദറൂരിയ കാര്യങ്ങളിൽ നിന്നിട്ട് അതാണ് അവിടെ കൗല്. അപ്പോലും ഞാൻ പറയുന്നു, ലം യുരിദ് ഇവിടെ മുസന്നിഫ് ഷാരി ഉദ്ദേശിച്ചിട്ടില്ല. എന്തുദ്ദേശിച്ചില്ല? ഇഖ്തിസാബൻ നബിജിയാത്തി, ഇഖ്തിസാബൻ നബിജിയാത്തി, അതായത് പിന്നെ അത് പറയാനുള്ള കാരണം ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ടൊക്കെ ഉണ്ടായിത്തീരുന്നത് കാനൂനിലേക്കുള്ള ഏറ്റിയാജ്. അതെന്തിനു വേണ്ടിയാണ്? മജ്ഹൂലാത്തിന് മാലൂമാത്തിൽ നിന്ന് എന്ത് ചെയ്യാം? ഇക്തിസാബ് ചെയ്ത് മനസ്സിലാക്കലാണല്ലോ. മാലൂമാത്തിന് അതായത് മജ്ഹൂലാത്തിന് മാലൂമാത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ എന്തല്ല, ദറൂരിയാത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനല്ല. ഇവിടെ പറഞ്ഞെന്താണ്? ദറൂരിയാത്തിന് മനസ്സിലാക്കിയെടുക്കുക എന്ന്. അതാണ് ആ ചോദ്യം. അപ്പൊ അതിന് മറുപടി പറയാക്കോലും ഞാൻ പറയുന്നു, ലം യുരിദ് മുസ്ലിം ഷാരി ഉദ്ദേശിച്ചിട്ടില്ല. അന്നഖ്തിസാബൻ നബിജിയാത്തി, തീർച്ചയായും നബിജിയാത്തിനെ കസ്ബ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നമായക്കോനുമായ ഇക്തിസാബ് ആകുന്നത് ദറൂരിയാത്തിൽ നിന്നാകുന്നത് ഇബ്തിദാഅൻ തുടക്കത്തിൽ തന്നെയാണ്. അപ്പം അവലംറിൽ തന്നെ ഏതിൽ നിന്നാണ് ഈ നബിജിയാത്ത് ഉണ്ടാക്കുന്നത്? കരസ്ഥമാക്കിയെടുക്കുന്നത് ദറൂരിയാത്തിൽ നിന്ന്. അങ്ങനെ ഉദ്ദേശമല്ല ഇവിടെ. ബട്ട് എങ്കിലും അറാദ ഇവിടെ ഉദ്ദേശിച്ചു ഷാരി. എന്താ ഉദ്ദേശിച്ചത്? അന്നഖ്തിസാബഹ യസ്തനിദു ഇലൽ ദറൂരിയാത്തി, ഈ മാനാക്കാണ് അവിടെ ഉദ്ദേശിച്ചത്. അതായത് നബിജിയാത്തിനെ കസ്ബ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളത് അത് ദറൂരിയാത്തിലേക്ക് എന്ത് ചെയ്യും? ചാരണം കൊള്ളും. ദറൂരിയാത്തിലേക്ക് ചാരണം കൊള്ളും. ഇതാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ നബിജിയാത്തിനെ കസ്ബ് ചെയ്യുക എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ഉദ്ദേശം. നബിജിയാത്തിനെ ദറൂരിയാത്തിൽ നിന്ന് കസ്ബ് ചെയ്യുക എന്നത് കൊണ്ട് ഉദ്ദേശം അതാണ്. അതായത് ദറൂരിയാത്തിലേക്ക് ആവശ്യമാകും ഏത്? ഈ നബിജിയാത്ത്. ആ മാനാക്കാണ്. അല്ലാതെ അവലംറില് ഈ ദറൂരിയാത്തിന് കരസ്ഥമാക്കിയെടുക്കുക എന്നുള്ളതല്ല. അതൊരു പക്ഷെ എങ്ങനെ ആവാം? ഇമ്മാബിയായ ഇബ്തിദാ, ഒരുപക്ഷെ അത് ഇബ്തിദാ നിലക്കായിരിക്കാം ഈ ദറൂരിയാത്തിലേക്ക് ചാരണം കൊള്ളുന്നത്. അല്ലെങ്കിൽ അവ വാസിതത്തിൻ, എങ്കിൽ വേറെ വല്ലതിന്റെയും വാസിത്തയുടെ അടിസ്ഥാനത്തിലാവാം. അങ്ങനെ ആയാലും ശരി. കാരണം എന്താണ്? ഈ ജവാസി ജായിസായതിനു വേണ്ടിയിട്ട് ഐ യുക്തസഭ നബിജിയും മിൻ നബിജിയിൻ ആഖറ, ഒരു നബിജിയിനെ മറ്റൊരു നബിജിയിൽ നിന്ന് എന്ത് ചെയ്യുക? കസ്ബ് ചെയ്യപ്പെടാം. അത് പറ്റായൊന്നുമില്ലല്ലോ. നബിജിയ ഒരു കാര്യത്തെ വേറെ നബിജിയ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യുക? കസ്ബ് ചെയ്തെടുക്കപ്പെടാം. അതോടുകൂടി വയുക്തസഭ താലിക്കൻ നബിജിയോ ആഹറു, മറ്റേ നബിജിയിൽ എന്ത് ചെയ്യുക? കസ്ബ് ചെയ്യപ്പെടാം. മിൻ നബിജിയും സലാസിൻ, മൂന്നാമത്തെ നബിജിയിൽ നിന്നിട്ട് ഹാക്കഥ, ഇങ്ങനെ നമുക്ക് കണ്ടുപോവാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വെക്കുമ്പോ എന്താവും? വയറും മുതസൽസലായിട്ട് പോകൂലേ? അപ്പൊ മുതസൽസലായിട്ട് പോയാൽ അവിടെ കാര്യം നടക്കൂലല്ലോ. നമുക്കൊരു വിഷയം കിട്ടൂലല്ലോ. മാന ഒരു മഫ്ഹൂം ഈ തസൽസലിൽ നിന്ന് ലഭിക്കൂലല്ലോ. അവൻ എന്ത് വേണം? ലാക്കിൻ എങ്കിലും ലാബുദ്ധ, അപ്പൊ അത്യാവശ്യമാണ്. മിനൽ ഇന്തിഹായി ഇലൽ ദറൂരിയാത്തി, ദറൂരിയാത്തിലേക്ക് അറ്റമാകുക എന്നുള്ളത് അത്യാവശ്യം. ദറൂരിയാത്തിലേക്ക് എന്ത് ചെയ്യണം? അറ്റമാവണം. ദറൂരിയാത്തിലേക്ക് അറ്റമാവാനാ പറ്റൂല. കാരണം എന്താ? ഈ ദറൂരിയാത്തിലേക്ക് അറ്റമാവണമെന്ന് പറയാനുള്ള കാരണം ദഫലി ദൗരി, ദൗറിനെയും തസൽസുലിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. കാരണം ദറൂരിയാത്ത് ഇന്ത്യ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൗറിനുക്കും തസൽസുലിനും ചാൻസ് വരുന്നില്ല. ഇനി മുസന്നിഫിന്റെ കോല് അയ്യു ഫിക്രിൻ സഹീഹ്, അവിടെ ഷാരി പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. എത്തുവാ ഷാരി പറഞ്ഞത് അവിടെ പറഞ്ഞില്ലേ? അതായത് അത്താ യൂറഫ മിന്നു,
അന്ന കുല്ല നദിരിയിൻ ബി അയ്യ തരീഖിൻ യുഖ്തസ് വ അയ്യു ഫിക്രിൻ സഹീഹിൻ വ അയ്യു ഫിക്രിൻ ഫാസിദിൻ എന്ന് പറയില്ലേ. ഫാസിദായ ഏതൊരു ഫാസിദായ ഫിക്കറായാലും അഥവാ സഹിയായ ഫിക്കറായാലും അത് മനസ്സിലാക്കി എടുക്കപ്പെടാൻ പറ്റാന്ന് പറഞ്ഞല്ലോ. അതാണ് ചർച്ച. കൗലോ അയ്യു ഫിക്രിൻ സഹീഹി എന്നുള്ളത്. അയ്യു ഫിക്രിൻ ഫാസിദി രണ്ടും പറഞ്ഞില്ല. ആ പറഞ്ഞ കൗല് അപ്പോലും ഞാൻ പറയുന്നു. അത് അറബ്ത നീ മനസ്സിലാക്കി. അന്നലിൽ ഫിക്കിരി തീർച്ചയായും ഫിക്രിനിക്ക് ഉണ്ട് മാദത്തൻ ഒരു മാദയുണ്ട്. ഫിക്രിനിക്ക് ഒരു മാദ ഉണ്ട്. അതില്ലാതെ ഫിക്റുണ്ടാവില്ലല്ലോ. കാരണം എന്താ? ആ മാദ ഏതാണ്? അൽ ഉമൂറുൽ മാലൂമത്ത്. എന്തായാലേ അതായത് പിന്നെ മാലൂമായ അമ്രുകളാണ്. കാരണം മാലൂമായ അമ്രുകളിലൂടെ ആണല്ലോ നമ്മൾ തർത്തീബാക്കുന്നത്. അപ്പൊ മാലൂമായ അമ്രാണ് പ്രധാനമായിട്ടും ഫിക്രിനിക്കുള്ളതായ മാദ. അതേപോലെ സൂറത്തെ ഫിക്രിനിക്ക് സൂറത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടത് ഫിക്രിനിക്കൊരു മാദ വേണം. മാദയാണ് ഏത്? മാലൂമായ അമ്രുകൾ. അതേപോലെ സൂറത്തൻ സൂറത്ത് വേണം. സൂറത്താണ് ഏത്? അൽ ഐഹത്തുൽ ഇജ്തിമാഇയ്യത്തുൽ ലാസിമത്തുൽ തർത്തീബി. തർത്തീബിനക്ക് ലാസിമാകുന്ന ഇജ്തിമാഇയായ ഐഹത്ത്. തർത്തീബിനക്ക് ലാസിമാകുന്ന ഇജ്തിമാഇയായതായ ഐഹത്ത്. ഇജ്തിമാഇയായ ഐഹത്ത് അത് സൂറത്താണ്. എങ്കിൽ ഫൈദാ സഹത്ത് ഇത് രണ്ടും ശരിയായ ഈ മാദ്ദയും മനസ്സിലായില്ലേ? ഒന്നേതാണ് മാദ്ദ, രണ്ടാമത്തെ സൂറത്ത്. അപ്പൊ മാദ്ദയും സൂറത്തും എന്ത് ചെയ്ത് അത് ശരിയായ രൂപത്തിൽ വന്നാൽ ക്ലിയറായ രൂപത്തിൽ എന്ത് ചെയ്ത് വന്നു. മനസ്സിലായില്ലേ? ക്ലിയറായ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാല് ആ പറയപ്പെടുന്നതൊക്കെ എന്ത് ചെയ്ത് അതായത് ജിൻസിന്റെ സ്ഥാനത്ത് വന്നു. ജിൻസിന്റെ സ്ഥാനത്ത് ജിൻസായിട്ട് വന്നു. അർളിന്റെ സ്ഥാനത്ത് അർളായിട്ട് വന്നു. മനസ്സിലായില്ലേ? അതേപോലെ പിന്നെ ഫതിലിന്റെ സ്ഥാനത്ത് ഫതിലായിട്ട് വന്നു. അല്ല ഫസലിന്റെ സ്ഥാനത്ത് ഖാസയുടെ സ്ഥാനത്ത് ഖാസയായി വന്നു. അതാണ്. അപ്പൊ അതുകൊണ്ട് ഫൈദാ ഉരീദ എന്ത് ഫൈദാ സഹത്ത് അവ കാനൽ ഫിക്കറു ഫിക്കർ ആകും സഹീഹൻ. ഫിക്കർ എന്താവും? സഹിയായി കൈമാറും. വൈദാ ഫസദത ഈ മാദ്ദയും സൂറത്തിലും ഫസാദ് സംഭവിച്ചാൽ മഹൻ കൂടെ ഫസാദ് സംഭവിച്ചു അല്ല ഔ ഫസദത്ത് ഇഹ്ദാഹുമ ഏതെങ്കിലും ഒന്നിനുക്ക് ഫസാദ് സംഭവിച്ചു. ഒരുപക്ഷെ മാദ്ദക്ക് അല്ലെങ്കിൽ സൂറത്തിനുക്ക് ഏതെങ്കിലും ഒന്നിനുക്ക് എന്ത് ചെയ്ത് തകരാറ് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ നോക്കണം. ഫൈദാ ഉരീദ അപ്പൊ അവിടെ ഉദ്ദേശിക്കപ്പെട്ടാൽ ഫൈദാ ഉരീദ അപ്പൊ അവിടെ ഉദ്ദേശിക്കപ്പെട്ടാൽ ഇക്തിസാബു തസവ്വുരി ഒരു തസവ്വുറിന് കസ്ബ് ചെയ്ത് മനസ്സിലാക്കൽ ഉദ്ദേശിക്കപ്പെട്ടു. എങ്ങനത്തെ തസവ്വുറാണ്? ലം യുംകിൻ ദാലിക ആ തസവ്വുറിന് മനസ്സിലാക്കാൻ കഴിയൂല. അത് പിന്നെ ഈ തസവ്വുരിൻ കാണാൻ ഏത് തസവ്വുരിൽപ്പെട്ടതായാലും മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ എന്തേ നമ്മൾ പറഞ്ഞത്? അതായത് പിന്നെ അപ്പം ഫൈദാ ഉരീദ ഉദ്ദേശിക്കപ്പെട്ട ഇക്തിസാബു തസവ്വുരി തസവ്വുറിന് കസ്ബ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. എങ്ങനത്തെ തസവ്വുറാണ്? ലം യുംകിൻ ദാലിക കസ്ബ് ചെയ്യാൻ സൗകര്യപ്പെടൂല. മിൻ അയ്യ തസവ്വുരിൻ കാന ഏത് തസവ്വുറിനായാലും ശരി. ബൽ എന്ന് മാത്രമല്ല ലഹു മിൻ തസവ്വുറാത്തിൻ അതിന് വേറെയും കുറെ തസവ്വുറാത്ത് ഉണ്ടാവും.
അപ്പൊ അങ്ങനത്തെ സാഹചര്യം വന്നാൽ അമ്മ വൈദാ ഉരീദ ഇഖ്തിസാബു തസവ്വുരി ലം യുംകിൻ ദാലിക പിന്നെ മിൻ അയ്യി തസവ്വുരിൻ കാന ഏത് തസവ്വുരിൽ നിന്നായാലും ശരി വൈദാ ഉരീദ ഉദ്ദേശിക്കപ്പെട്ടാൽ ഇഖ്തിസാബു തസവ്വുരി ഒരു തസവ്വുരിനെ കസ്ബ് ചെയ്യലിന് ഉദ്ദേശിക്കപ്പെട്ടാല് ലം യുംകിൻ ദാലിക ആ തസവ്വുരിനെ പിന്നെ മനസ്സിലാക്കുക എന്നുള്ളത് നടക്കൂല മിൻ അയ്യി തസവ്വുരിൻ കാന അത് ഏത് തസവ്വുരിനായാലും ഒരു തസവ്വുറിന് അലലത്തിലാക്കുക തസവ്വുറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂല പിന്നെന്ത് വേണം ബല്ലാ ബുദ്ധലഹു ആ തസവ്വുറിനെ കസ്ബ് ചെയ്യുന്നതിന് അത്യാവശ്യമാണ് ആ കസ്ബ് ചെയ്യുന്നതിനേക്ക് അത്യാവശ്യമാണ് എന്തത്യാവശ്യമാണ് മിൻ തസവ്വുറാത്തിൻ വേറെ കുറെ തസവ്വുറാത്ത് വേണം എങ്ങനത്തെ തസവ്വുറാത്താണ് ലഹ ആ തസവ്വുറാത്തിന് കൊണ്ടായിരിക്കും മുനാസബത്തുൻ സഹിയത്ത് അല്ല മുനാസബത്തുൻ മഖ്സൂസത്തുൻ പ്രത്യേകമായ ഒരു ബന്ധമുണ്ടാവും പ്രത്യേകമായ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തസവ്വുർ എനിക്ക് ഒരുപക്ഷ ദാത്തിയായിട്ട് വരിക ഇത് അല്ലെങ്കിൽ എന്തായിട്ട് വരിക ഖാരിജിയായിട്ട് വരിക അല്ലെങ്കിൽ ഖാരിജിയായിട്ട് വരിക മഹ്മൂദായിട്ട് വരിക അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരുപക്ഷെ ദാത്തിയായിട്ട് വരിക അല്ലെങ്കിൽ ഖാരിജിയായിട്ട് വരിക രണ്ടാമതൊരു രൂപത്തിലൂടെ വരിക അപ്പൊ ഈ പറയപ്പെട്ട തസവ്വുറാത്തിന് ഒരു മഖ്സൂസത്തായ ഒരു ബന്ധം ഉണ്ടാവും എങ്ങോട്ട് ഇലാ ദാലിക തസവ്വുരി മത്ലൂബി ആ മത്ലൂബായ തസവ്വുറിലേക്ക് അപ്പൊ മത്ലൂബായ തസവ്വുറിലേക്ക് ബന്ധമില്ലാത്ത പിന്നെ ബന്ധമുള്ളതായ ഒന്നില്ലാതെ ഒരു തസവ്വുറിനെയും എന്ത് ചെയ്യാൻ കഴിയൂല മനസ്സിലാക്കാൻ കഴിയൂല എങ്കിൽ വഖദ എന്നാൽ ഇപ്രകാരം തന്നെയാണ് അൽ ഹാലു ഫി തസ്ദീഖാത്ത് എന്നാൽ തസ്ദീഖാത്തിലുള്ള അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് തസ്ദീഖാത്തിലുള്ള അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാല് തസ്ദീഖാത്തിനും ആവശ്യമാണ് രണ്ട് മുഖദ്ദിമ വേണം ആ രണ്ട് മുഖദ്ദിമയും ചുറ്റണം ഏതിന്റെ മേ ചുറ്റണം ഹദ്ദുകളെ ചുറ്റണം മനസ്സിലായില്ല 3 ഹദ്ദുകൾ വേണം ആ 3 ഹദ്ദുകളുടെ മേലും ചെയ്യണം ചുറ്റിയതായ രൂപത്തിൽ വരണം പിന്നെ അപ്പൊ ആകയാൽ അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫലികുല്ലി മത്ലൂബിൻ എല്ലാ ഓരോ മത്ലൂബിനുക്കും ഉണ്ടാവും ഏതിൽ നിന്നുള്ള മിനൽ മത്വാലിബി തസവ്വുരിയ വതസ്ദീഖിയ തസവ്വുരിയും തസ്ദീഖുമിയായ മത്ലൂബുകളിൽ പെട്ടതായ എല്ലാ ഓരോ മത്ലൂബിനുക്കും ഉണ്ടാവും എന്തുണ്ടാവും മബാദിൻ മുഅയ്യനത്ത് ഒരു നിജമാക്കപ്പെട്ടൊരു മബാദി ഉണ്ടാവും എങ്ങനത്തെ മബാദിയാണ് യുക്തസബു മിൻഹ ആ മബാദിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ മത്ലൂബിനൊക്കെ ഗസ്ബ് ചെയ്ത് മനസ്സിലാക്കുന്നത് അപ്പം ഏത് മത്ലൂബായാലും ശരി ആ മത്ലൂബിനൊക്കെ മബാദി വേണം മബാദി ഇല്ലാതെ ഒരു മത്ലൂബിനെയും മനസ്സിലാക്കാൻ എന്ത് ചെയ്യൂല കഴിയൂല ആകയാൽ സുമ്മ ഇന്ന ഇഖ്തിസാബഹു എന്നാൽ ആ മത്ലൂബിനെ ഗസ്ബ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളത് എവിടുന്ന് ഗസ്ബ് ചെയ്ത് മനസ്സിലാക്കുക മിൻ തിൽക്കൽ മബാദി ഈ പറയപ്പെട്ട മബാദികളിൽ നിന്ന് ഈ പറയപ്പെട്ടതായ മബാദികളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞ കാര്യം ശരി സുമ്മ ഇന്നക്തിസാബും തിൽക്കൽ മബാദി ആ മബാദികളിൽ നിന്ന് ഗസ്ബ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളത് ലാ യുംകിനു അത് സാധ്യമല്ല ലാ യുംകിനു അത് എന്തല്ല സാധ്യമല്ല എങ്ങനെ അയ്യക്കൂന ബി അയ്യി തരീക്കിൻ കാന ലാ യുംകിനു അത് സൗകര്യപ്പെടൂല എന്ത് അയ്യക്കൂന ബി അയ്യി തരീക്കിൻ കാന അത് ഏത് തരീക്ക് കൊണ്ടായാലും അത് സാധ്യമല്ല ഏത് ഈ പറയപ്പെട്ടതായ മത്ലൂബിനെ ഈ പറയപ്പെട്ട മബാദിയിൽ നിന്ന് ഗസ്ബ് ചെയ്യുക എന്നുള്ളത് സാധിക്കൂല എന്നാണ് പിന്നെയോ ബല്ലാബുദ്ദഹുനാക്കമിൻ തരീഖി മഖ്സൂസിൻ വേറൊരു മഖ്സൂസായ തരീഖ് അവിടെ വേണം
ഇവച്ച ഹദ്, റസ്മ്, തസവറാത്താവുമ്പോ, അതുപോലെ തസ്തീഖാത്താവുമ്പോ ഖിയാസ്, ഇസ്തിഖറാവ്, തംസീൽ ഇതൊക്കെ വേണ്ടി വരും. ഒരു മഖ്സൂസായ തരീഖ് വേണ്ടി വരും. എങ്ങനത്തേതായ മഖ്സൂസായ തരീഖാണ്? ആ മഖ്സൂസായ തരീഖിന് കൊണ്ട് പിന്നെ ശറായിത്തു മഖ്സൂസത്തൻ, ചില പ്രത്യേകമായ നിബന്ധനകൾ ഉണ്ടാവും. പ്രത്യേകമായ ചില നിബന്ധനകൾ ഉണ്ടാവും. നിബന്ധന എന്ന് തന്നെ ഉദാഹരണം പറയാ, നമ്മള് പിന്നെ മുഅറഫ് സമമാവണം, മുഅരിഫ് മുഅറഫും സമമാവണം. അതുപോലെ പിന്നെ അജിലയാവണം മുഅരിഫ്. അതേപോലെ സൂറ മൂജബയാവണം ഖിയാസൊക്കെ വരുമ്പോ, കുബറ കുല്ലിയാവണം. ഇതുപോലുള്ളതായ കാര്യങ്ങളൊക്കെ അത് മബാദിക്ക് ആവശ്യമായതാണ്. അപ്പൊ ആകയാൽ ഫയുഹ്താജു, അപ്പോൾ ആവശ്യമാക്കപ്പെടും. ഫയുഹ്താജു ആവശ്യമാക്കപ്പെടും. ഫീ കുല്ലി മത്ലൂബിൻ, എല്ലാ മത്ലൂബിലും ആവശ്യമാക്കപ്പെടും. എന്തിന്? ഇലാ ശൈഅൈനി, ഈ രണ്ട് കാര്യത്തിലേക്ക് ആവശ്യമാക്കപ്പെടും. രണ്ട് കാര്യമാണ്. ഏത് മത്ലൂബായാലും ആ മത്ലൂബിനക്ക് രണ്ട് കാര്യം വേണ്ടി വരും. ഏതാണ് ആ രണ്ട് മത്ലൂബ്? രണ്ട് കാര്യം. ഇഹ്ദാഹുമ, ആ രണ്ട് ചെയ്യപ്പെട്ട ഒന്ന് ഏതാണ്? തമയ്യുസുൻ മബാദിയ്യത്തുൻ അൻ ഗൈരിഹ, അതായത് തമയ്യുസുൻ മബാദിയ്യത്തുൻ അൻ ഗൈരിഹ. തമയ്യുസിന് ഒരു വേർതിരിവാണ്, മബാദിയായ വേർതിരിവ്. അൻ ഗൈരിഹ, അതല്ലാത്തതിനെ തൊട്ട്, അതിനല്ലാത്തതിനെ തൊട്ടുള്ളതായ ഒരു മബാദിയായ തമയ്യുസ്, അതാണ് ആവശ്യം. മനസ്സിലായ? വസ്സാനി, രണ്ടാമത്തേത് ഏതാണ്? അതായത് ഒരു മത്ലൂബ്, ആ മത്ലൂബിനക്ക് ഒരു മബാദി വേണം. മനസ്സിലായില്ലേ? ഈ മബാദി കൊണ്ടാണ് ഈ മത്ലൂബ്, പിന്നെ ഈ മബാദ് മറ്റുള്ള വയറിനെ തൊട്ട് എന്ത് ചെയ്യുന്നത്? വേർതിരിഞ്ഞ് വരുന്നത് തന്നെ. അപ്പൊ ഈ പറയപ്പെട്ട മബാദിയുടെ അടിസ്ഥാനത്തിലാണ് വേർതിരിവുണ്ടാകുന്നത്. വസ്സാനി രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് മഅരിഫത്തു തരീഖിൽ മഖ്സൂസി, മഅരിഫത്തു തരീഖ്, ഒരു മാർഗത്തെ മനസ്സിലാക്കുക. ഒരു തരീഖിന് എങ്ങനത്തെ തരീഖാണ്? അൽ മഖ്സൂസി, പ്രത്യേകമാക്കപ്പെട്ട, അതോടുകൂടി അൽ വാഖിഇ, സംഭവിച്ചതായ, ഈ തിൽക്കൽ മബാദി, ഈ പറയപ്പെട്ട മബാദികളിൽ. ഇപ്പൊ നമ്മൾ മത്ലൂബിനുള്ള മബാദി എന്ന് പറഞ്ഞില്ലേ, ആ മത്ലൂബിനുള്ള മബാദിയിൽ വാഖിയായ മഖ്സൂസായ തരീഖ്, ആ മഖ്സൂസായ തരീഖിന് എന്ത് ചെയ്യാ? മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? മാവശറായിത്തി, അതിർക്ക് നിബന്ധനകൾ ഉണ്ടാവും. ആ പറയപ്പെട്ടതായ പിന്നെ മത്ലൂബിന് നിബന്ധനകളൊക്കെ ഉണ്ടാവും. ആ നിബന്ധനയോടുകൂടി മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈദാ ഹസല, അപ്പൊ കരസ്ഥമായാല് എന്ത് കരസ്ഥമായി? അതായത് മബാദിയത്ത്, അതായത് മബാദി, ഒരു മത്ലൂബിന്റെ മബാദീഹി, ഫൈദാ ഹസല മബാദീഹി, അതായത് ഒരു മത്ലൂബിന്റെ മബാദി എന്താണെന്ന് മനസ്സിലായാൽ, എന്നിട്ടോ വസലക ഫീഹ, എന്നിട്ട് ആ മബാദിയിൽ അവൻ പിന്നെ പ്രവേശിക്കുകയും ചെയ്താല്, ഏതിലൂടെ? ദാലിക തരീഖ, ആ തരീഖിലൂടെ, ഇപ്പോൾ പറയപ്പെട്ടതായ മഖ്സൂസായ തരീഖിലൂടെ. അങ്ങനെയാണെങ്കിൽ ഉസീബ ഇലൽ മത്ലൂബി, ആളെ മത്ലൂബിലേക്ക് അവനെ എത്തിക്കപ്പെടും. മത്ലൂബിലേക്ക് അവൻ എന്ത് ചെയ്യും? എത്തിക്കപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോൾ ഇപ്പൊ എന്തായി? ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ടുള്ള വിഷയം ഇപ്പൊ എന്താണ്? ഏത് ഒരു മത്ലൂബായാലും ആ മത്ലൂബ് കരസ്ഥമാവണമെങ്കിൽ രണ്ട് വിഷയം വേണം. ഒന്നാമത്തെ വിഷയം എന്താണ്? മബാദിയായ ഒരു തമയ്യുസ് അവിടെ വേണം. അപ്പൊ ഈ മബാദി ഇതല്ലാത്ത മബാദികളെ തൊട്ട് എന്ത് ചെയ്യും? വേർതിരിയും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഒരു മബാദിയാകുമ്പം ആ മബാദിയെ ഏത് രൂപത്തില് പരിഗണിക്കണം, ഏത് രൂപത്തിൽ ഇഅ്തിബാർ ചെയ്യണം എന്ന ഒരു നിബന്ധനകളും ഒരു തരീഖും ഉണ്ടാവും. ആ തരീഖ് മനസ്സിലാക്കണം. ഈ തരീഖും ഈ പറയപ്പെട്ട രണ്ടു കാര്യം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻക്ക് ഏതൊരു മത്ലൂബിനെയും മനസ്സിലാക്കാൻ കഴിയും.
ഏത് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് രണ്ട് അഭിപ്രായമില്ല. അപ്പൊ ഒന്ന് തരീഖാണ് ആവശ്യം, ഒന്ന് മബാദിയാണ് ആവശ്യം. എന്നാൽ ഫൈൻ വക്കാ ഖത്തഉൻ, ഇനി ഖത്ത് വന്നു. ഫൈൻ വക്കാ ഖത്തഉൻ, ഇനി ഖത്ത് വന്നു. എവിടെ വന്ന്? മാഫിൽ മബാദി, ഒരുപക്ഷെ മബാദിയിൽ വരാം, അല്ലെങ്കിൽ ഔഫി തരീഖിൽ വരാം. എവിടെ വന്നാലും ശരി, മബാദിയിൽ വന്നാലും വേണ്ടില്ല, തരീഖിൽ വന്നാലും വേണ്ടില്ല, എങ്ക വന്നാലും വേണ്ടില്ല, ലം യൂസഫ് എന്തുണ്ടാവൂല? സ്വവാബിലേക്ക് എത്തിക്കപ്പെടേണ്ടാവില്ല, സ്വവാബിലേക്ക് എത്തൂല. എന്നാൽ വൽ മുതകബ്ബലു ബി തഅസീരി ഹാദൈനിൽ അംറൈനി, ഹാദൈനി അംറൈനി, ഈ പറയപ്പെട്ടതായ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വൽ മുതകബ്ബലു, അപ്പൊ മുതകബ്ബലായ കാര്യം അപ്പൊ വൽ മുതകബ്ബലു, മുതകബ്ബല് എന്താ? മുതകബ്ബല് എന്ന് പറഞ്ഞാൽ, മുതകബ്ബല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റെടുക്കപ്പെടുക, ജാമ്യമാക്കപ്പെടുക എന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച മത്ലൂബ് ഉണ്ടല്ലോ, ഈ മത്ലൂബ് നമുക്ക് ലഭിക്കാനുള്ള മാർഗം, മത്ലൂബ് നമുക്കത് സ്വായത്തമാക്കി എടുക്കാനുള്ള മാർഗം എന്താണ്? ഈ പറയപ്പെട്ട രണ്ട് അമ്രിനെ കരസ്ഥമാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ചെയ്യ ആവശ്യമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ രണ്ട് ചെയ്യാവുന്ന രണ്ട് അമ്ര്, ആ രണ്ട് അമ്രിനെ കരസ്ഥമാക്കണം. ആ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഓക്കെ, വിഷയം പിടുത്തം കിട്ടും. പിന്നെ പറഞ്ഞു കൗലുഹു, ശാരീന്റെ കൗല്, അത് മന്ദിക്കിനിക്ക് പേര് വെച്ചല്ല, മന്ദിക്ക് എന്ന് പേര് വെച്ചില്ല. അത് സംബന്ധമായിട്ടാണ് അവിടെ പറഞ്ഞ വിഷയം. മന്ദിക്കിനിക്ക് മന്ദിക്ക് എന്ന് പേര് വെച്ചല്ലോ. എവിടെ? അത് പറഞ്ഞില്ലേ? വദാലിക്കൽ ഖാനൂനു ഹുവൽ മന്ദിക്കു വഇന്നമാ സുമ്മിയ ബിഹി ലിഅന്ന ളുഹൂറൽ ഖുവ്വത്തി നുത്ഖിയ്യ ഇന്നമാ യഹ്സുലു ബിസബബിഹി. നുത്ഖിയ്യായ ഖുവ്വത്ത് ബാഹിറാകുന്നത് അത് ഏത് കാരണം കൊണ്ടാണ്? ഈ പറയപ്പെട്ടതിന്റെ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞില്ലേ? അതാ. എന്നാൽ പോട്ടെ, ലിഅന്ന ളുഹൂറൽ ഖുവ്വത്തി നുത്ഖിയ്യ, അഖൂലു ഞാൻ പറയും, അന്നുതുഖു, ഈ നുതുഖ് എന്ന് പറഞ്ഞ കാര്യം യുത്ലഖു അലൻ നുതുഖിൽ ളാഹിരി, ളാഹിരിയായ നുതുഖിനെ സംബന്ധിച്ച് നുതുഖ് എന്ന് പറയാം. ളാഹിരിയായ നുതുഖ് ഏതാ കുറ്റിയെ? ളാഹിരിയായ നുതുഖ് എന്ന് പറഞ്ഞാല് തക്കല്ലും നാവോട് സംസാരിക്കുക, ശാരി പറഞ്ഞതിനെക്കാട്ടും വിശദീകരി സഹിതായി പറയാണ്. അതേപോലെ അലൻ നുതുഖിൽ ബാത്തിനി, നുതുഖ് എന്ന് പറഞ്ഞ ബാത്തിനിയ നുതുഖിന്റെ മേലിലും പറയാം. ഏതാണ് ഈ ബാത്തിനിയ നുതുഖ്? ഇദ്റാഖുൽ മഅഖൂലാത്ത്, മഅഖൂലാത്തിനെ മനസ്സിലാക്കിയെടുക്കലാണ്. എങ്കിൽ വഹാദൽ ഫന്നു, നമ്മൾ ഈ മന്ദിക്ക് എന്നുള്ള ഫന്ന് യുഖവ്വിൽ അവ്വല, ആദ്യം ചെയ്യുന്നത് തകല്ലുമിനിക്ക് ശക്തി കൊടുക്കും, തകല്ലുമിനിക്ക് എന്ത് ചെയ്യും? ശക്തി കൊടുക്കും. എന്നിട്ട് വയസ്ലുകുൽ ബിസാനി, എന്നിട്ട് എന്ത് ചെയ്യും? ഈ രണ്ടാമത്തേത് കൊണ്ട് അത് പ്രവേശിക്കും. എങ്ങനെ പ്രവേശിക്കും? മസിലക്ക സിദാദി, അങ്ങനെ തോണ്ടത്. അതായത് ശരിയായ ഒരു മാർഗത്തിലേക്ക്, വിഷയം നമുക്ക് പൊരുത്തം തരുന്ന, മനസ്സിലാക്കി തരുന്നതായ ഒരു മാർഗത്തിലേക്ക് ഇതിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും? ഓന് പ്രവേശിക്കും. അതായത് ആദ്യം ലാഹിരിയ നുതുഖ് ഉണ്ടാവണം. ഈ ലാഹിരിയ നുതുഖ് ശക്തിയായി കഴിഞ്ഞാൽ അതിലൂടെ ബാത്തിനിയ നുതുഖിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വബിഹാദ ഫന്നി, അത് കാരണമായി ഈ പറയപ്പെട്ട ഫന്ന് കൊണ്ടിട്ട് ഖുവ്വത്തുണ്ടായിത്തീരും. ലാഹിറാവും ചെയ്യും. നുതിക്കിന്റെ ഈ രണ്ട് മാനയും ഏതിനക്ക്? നഫ്സിൽ ഇൻസാനിയായ നഫ്സിനിക്ക്. ഞങ്ങളുടെ ഇൻസാനിയായ നഫ്സാണ് അൽ മുസമ്മാത്തി ബിൻ നാത്തിഖത്തി,
നാത്തിക്കത്ത് എന്നതുകൊണ്ട് പേര് വെക്കും നഫ്സുൻ നാത്തിക്ക. അതുകൊണ്ട് തന്നെ ഫസ്തുക്കലുഹു, അപ്പൊ അതിനു വേണ്ടി ആ പറയപ്പെട്ട നുതുക്കിന് വേണ്ടി പിടിക്കപ്പെട്ടു ഇസ്മും മിനൻ നുതുഖി. മനസ്സിലായ? ആ പറയപ്പെട്ടതായ പിന്നെ നുതുക്കിൽ നിന്നുള്ള ഒരു പേരിന് അഥവാ മന്ദിഖ്, ഈ പന്നിന്. അപ്പൊ ഈ പന്നിന് വേണ്ടി പിടിക്കപ്പെട്ടു ഫസ്തുക്ക ബിഹാലഹു, ഈ പന്നിന് വേണ്ടി പിടിക്കപ്പെട്ടു ഇസ്മും മിനൻ നുതുഖി, ആ നുതുക്കിൽപ്പെട്ടതായ ഒരു പേരിന് അഥവാ മന്ദിക്ക് എന്നുള്ളതായ പേരിന്. അതടിസ്ഥാനത്തിലാണ് അവിടെ മന്ദിക്ക് എന്ന് പേര് വെക്കുവാനുള്ളതായ കാരണം. വല്ലാഹു അഅലമു ബിസ്സവാബ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വരുന്ന വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവില്ല. ഞാൻ ഞായറാഴ്ച അജ്മീരിലേക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ പോയി വന്ന് രണ്ടാമത്തെ വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവും. ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള തൗഫീഖുള്ള ആഫിയത്തുള്ള ദീർഘായുസ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.